ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സജൂസ് ടേസ്റ്റ് ലാൻഡ്. എല്ലാവർക്കും സജൂസ് ടേസ്റ്റ് ലാൻഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള വളരെ നല്ലൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ചെയ്യാൻ പോകുന്നത് വളരെ പെർഫെക്റ്റായ രീതിയിൽ വളരെ നൈസായിട്ടുള്ള നല്ലൊരു പത്തിരി റെസിപ്പിയാണ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പത്തിരിപ്പൊടി വെച്ചിട്ടോ അല്ലെങ്കിൽ പച്ചരി വെച്ചിട്ടോ ഒന്നുമല്ല നമ്മളിത് തയ്യാറാക്കിയെടുക്കുന്നത്. നമ്മളിത് തയ്യാറാക്കിയെടുക്കുന്നത് റേഷൻ പുഴുക്കലരി വെച്ചിട്ടാണ്. അപ്പോൾ റേഷൻ പുഴുക്കലരി കൊണ്ട് നമുക്ക് ഒരുപാട് നല്ല നല്ല റെസിപ്പീസുകൾ നമുക്ക് തയ്യാറാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ദാ നമ്മുടെ റേഷൻ പുഴുക്കലരി എന്ന് പറയുന്നത് ഇതേപോലെയാണ്. വളരെ നൈസായിട്ടുള്ള ഒരരി നീളത്തിലുള്ള ചെറിയ അരിയാണ് നമുക്ക് റേഷൻ പുഴുക്കലരിയായിട്ട് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് പച്ചരിയൊന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ നല്ലൊരു ഐഡിയ ആണ് ഞാൻ ഈ കാണിക്കാൻ പോണത്. അപ്പോൾ നമുക്കറിയാലോ, റേഷൻ അരിയിൽ ഒരു പക്ഷേ ഇതേപോലെയുള്ള പ്രാണികളും എല്ലാം ഉണ്ടാവും, അതുപോലെ തന്നെ ധാരാളം പൊടികളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ അതെല്ലാം ആദ്യം ഒന്ന് കളഞ്ഞെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഞാനൊരു 5 കിലോ പുഴുക്കലരിയാണ് ഞാനിപ്പോൾ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മളിത് നന്നായിട്ട് ചേറി അതിലുള്ള പ്രാണികളോ അതല്ലെങ്കിൽ പൊടിയോ ഒക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് കളഞ്ഞതിന് ശേഷം നമ്മളത് ഒരുപാട് നന്നായിട്ട് ഒന്ന് വാഷ് ചെയ്ത് എടുക്കുകയാണ് വേണ്ടത്. കൈ കൊണ്ട് നന്നായിട്ട് ഞരടി തന്നെ നമ്മളത് നല്ലപോലെ വാഷ് ചെയ്തെടുക്കണം. ഒരു 4-5 പ്രാവശ്യമെങ്കിലും നല്ലപോലെ വാഷ് ചെയ്തെടുക്കണം. അപ്പോഴാണ് അതിൻ്റെ വെള്ളം ഒന്ന് തെളിയുന്നത് വരെ നമ്മൾ കഴുകിയെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ആ ഒരു അരി നല്ലൊരു പെർഫെക്റ്റ് രീതിയിലേക്ക് നമുക്ക് കിട്ടും. അതിലുള്ള ആ പൊടിയും കാര്യങ്ങളും എല്ലാം തന്നെ പോയിട്ട് നല്ലൊരു പെർഫെക്റ്റ് രീതിയിൽ നമുക്ക് നമ്മുടെ ഈ ഒരു അരി റെഡിയാക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ വെള്ളം മാറ്റി നന്നായിട്ട് കൈകൊണ്ട് ഞരടി തന്നെ നമ്മൾ ചെയ്യുക. അപ്പോൾ നമുക്കറിയാലോ, നമ്മൾ റേഷൻ അരി കൊണ്ട് നമ്മൾ പുഴുക്കലരി കൊണ്ട് നമ്മൾ ചോറൊക്കെ തയ്യാറാക്കി എടുക്കാറുണ്ട്. അപ്പോൾ ചോറ് തയ്യാറാക്കുമ്പോൾ ഒരു പക്ഷേ നമുക്ക് എല്ലാവർക്കും ആ ഒരു അരി കൊണ്ട് ചോറ് വയ്ക്കുന്നത് ഇഷ്ടമാവണം എന്നില്ല. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ നല്ലൊരു ഐഡിയ ആണ് ഇതെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അത് നല്ലപോലെ തന്നെ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി അതിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഊറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലെ കുറച്ച് സമയം ഒന്ന് വെക്കാം. അതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് ഉണക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ നമുക്ക് നന്നായിട്ടൊന്ന് അരിയിട്ടതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇതേപോലെ ആക്കിയെടുക്കുക. എല്ലായിടത്തും ഇതേപോലെ ഒന്ന് ആക്കിയെടുക്കുക. അതിന് ശേഷം നമ്മളൊരു 4-5 മണിക്കൂറെങ്കിലും നല്ല വെയിൽ തട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് മാറ്റി വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ ഇത് വെയിലത്തിട്ടതിന് ശേഷം ഒരു 10-15 മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മളിതൊന്ന് ഇളക്കിയിടണം കേട്ടോ. അപ്പോഴാണത് അടിയിലുള്ളതൊക്കെ നന്നായിട്ട് ഉണങ്ങി കിട്ടുള്ളൂ. അപ്പോൾ അത് നല്ലപോലെ ഉണങ്ങി. ഞാനൊരു 4 മണിക്കൂർ മാത്രമാണ് വെയിലത്ത് ഇട്ടിരുന്നുള്ളൂ. നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇതിങ്ങനെ പൊട്ടിക്കുമ്പോൾ നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് കടിച്ച് നോക്കുക. അപ്പോൾ നന്നായിട്ട് പൊട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതാണ് അതിൻ്റെ പാകം എന്ന് പറയുന്നത് കേട്ടോ. ഇനി നമ്മളിത് പൊടിപ്പിച്ചെടുക്കുകയാണ് വേണ്ടത്. അത് മില്ലിൽ കൊടുത്തിട്ടാണ് നമ്മൾ പൊടിപ്പിച്ച് എടുക്കുന്നത്. അപ്പോൾ ഞാനിതൊരു കവറിലേക്ക് മാറ്റുന്നുണ്ട്. എന്നിട്ട് നമ്മളിത് നന്നായിട്ട് പൊടിപ്പിച്ച് എടുക്കണം. അപ്പോൾ നമ്മൾ പത്തിരിക്കൊക്കെ പൊടിക്കുന്നത് പോലെ തന്നെ നൈസായിട്ട് നമ്മൾ പൊടിച്ചെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ നോക്കൂ, വളരെ നൈസായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കിത് പൊടിച്ചെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റേഷൻ ചാക്കരിയാണ് ഇത് എന്ന് പറയേയില്ല, അത്രയും കറക്റ്റായ രീതിയിൽ നമുക്കിത് പൊടിഞ്ഞ് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ വളരെ നൈസായിട്ടുള്ള രീതിയിലാണ് പൊടിഞ്ഞ് കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മളിത് പാത്രത്തിൽ ആക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ നല്ലപോലെ ഇതൊന്ന് അതിൽ ചൂടുണ്ടാകും. നല്ലപോലെ ഈ പൊടി ചൂടായി ഉണ്ടാകും പൊടിച്ചെടുക്കുമ്പോൾ. അപ്പോൾ ആ ഒരു ചൂടെല്ലാം മാറിയതിന് ശേഷം മാത്രമേ നമ്മളിതൊരു നല്ലൊരു പാത്രത്തിലേക്ക് മാറ്റാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിത് നന്നായിട്ട് തണുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷമൊക്കെ വേണം നമ്മളിത് മൂടി വെക്കാൻ വേണ്ടിയിട്ടും. അങ്ങനെ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ അതിൽ നിന്നുള്ള ആ ഒരു ആവി ഇറങ്ങിയിട്ട് അത് നമ്മുടെ പൊടി കേടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ലപോലെ തണുത്തതിന് ശേഷം മാത്രം മൂടി വെക്കുക. അപ്പോൾ ഒരുപാട് നല്ല നല്ല റെസിപ്പീസുകൾ നമുക്ക് ഇതുകൊണ്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. ഇനി ഞാൻ പത്തിരിയാണ് കാണിക്കാൻ പോണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പൊടി 2 കപ്പാണ് എടുക്കണേ കേട്ടോ. അപ്പോൾ അളന്ന് തന്നെ എടുക്കുക. ഏതെങ്കിലും ഒരു പാത്രത്തിലേക്ക് അത് അളന്ന് തന്നെ നമ്മൾ എടുക്കണം. അപ്പോൾ ഞാനൊരു കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും 1 കപ്പ് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെ കേട്ടോ. ഇനി നമുക്കിത് മൂടി വയ്ക്കുക. അത് ഉടനെ തന്നെ നമുക്ക് മൂടി വയ്ക്കുക. എയറൊന്നും കടക്കാത്ത രീതിയിൽ തന്നെ മൂടി വയ്ക്കാം. ഇനി നമുക്ക് വെള്ളം ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ 2 കപ്പ് പൊടിക്ക് 3 കപ്പ് വെള്ളമാണ് എടുക്കുന്നത്. അപ്പോൾ സെയിം കപ്പിൽ തന്നെയാണ് വെള്ളവും അളന്ന് എടുക്കേണ്ടത് കേട്ടോ. എന്നാലാണ് ആ ഒരു വെള്ളത്തിൻ്റെ അളവ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നമുക്കിത് നല്ലപോലെ വെട്ടി തിളപ്പിക്കുകയാണ് വേണ്ടത്. ഇതെല്ലാം കൂടി
പൊടി നന്നായിട്ട് വെട്ടി തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇപ്പോൾ നല്ല പോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു സമയത്ത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു 2 കപ്പ് പൊടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ പൊടി ചേർക്കുന്ന സമയത്ത് ഫ്ലെയിം അല്പം ഒന്ന് താഴ്ത്തി വെച്ചതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാനൊക്കെ പറ്റുള്ളൂ. ഇതേപോലെ അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ മിക്സ് ചെയ്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ആ ഒരു വെള്ളം എല്ലാ ഭാഗത്തും, ഈ പൊടിയിലെ എല്ലാ ഭാഗത്തും എത്തുന്നത് പോലെ വേണം നമ്മളത് മിക്സ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പതുക്കെ തന്നെ നമുക്ക് ഇതേപോലെ മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതേപോലെ ഒരു തവിയൊക്കെ വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഇളക്കിയെടുക്കാനായിട്ട് വളരെ സിമ്പിളായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോഴേക്കും തന്നെ നമ്മളൊരു 2 മിനിറ്റോളമെങ്കിലും നമ്മൾ ഇതേപോലെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോഴേക്കും തന്നെ നമ്മുടെ ഈ ഒരു പൊടി നന്നായിട്ട് വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ 2 മിനിറ്റ് നേരത്തേക്ക് നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊടി കെട്ടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. വെള്ളം എല്ലാ ഭാഗത്തും എത്തുന്നത് പോലെ വേണം നമ്മളിത് ഇളക്കി എടുക്കാൻ വേണ്ടിയിട്ട്. നല്ല സോഫ്റ്റായിട്ട് നമുക്ക് ഈ ഒരു പൊടി നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് നമുക്ക് ഈ ഒരു ഇത് കിട്ടേണ്ടത്. ആ ഒരു വെള്ളമൊക്കെ എല്ലാ ഭാഗത്തുമായിട്ട് പൊടി നന്നായിട്ട് വാട്ടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് നമ്മളിത് നന്നായിട്ട് എയറൊന്നും കടക്കാതെ നന്നായിട്ട് മൂടി വയ്ക്കുകയാണ് വേണ്ടത്. അപ്പോൾ നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് നമ്മളിത് കുഴച്ചെടുക്കുന്നുള്ളൂ. ചൂടോടുകൂടി നമ്മളിത് കുഴയ്ക്കുന്നില്ല. പിന്നെ നന്നായിട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതാ നല്ല പോലെ തന്നെ തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് നേരം ഇട്ട് കുഴച്ച് അങ്ങനെ ബുദ്ധിമുട്ടേണ്ട യാതൊരു ആവശ്യവുമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു പൊടി നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതാ നമ്മളിത് ഒന്ന് വെള്ളത്തിലൊന്ന് നനച്ചതിന് ശേഷമാണ് നമ്മൾ ഇതേപോലെ കുഴക്കേണ്ടത് കേട്ടോ. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും മാവ് നല്ല സോഫ്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ കൈ വെള്ളത്തിൽ മുക്കിയിട്ട് ഇതേപോലെ കുഴച്ചെടുക്കുന്നത്. അപ്പോൾ നല്ല പെർഫെക്റ്റായ രീതിയിൽ നമുക്ക് ആ ഒരു മാവ് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ വെള്ളം നമ്മൾ കയ്യിലെടുത്ത് ഇതിലേക്ക് ഒഴിക്കരുത്. ജസ്റ്റ് കൈ ഒന്ന് മുക്കുക മാത്രമേ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. വളരെ നല്ല രീതിയിൽ നമുക്ക് ഇതേപോലെ കിട്ടുന്നതായിരിക്കും. ഒരു 4-5 പ്രാവശ്യമൊക്കെ വെള്ളത്തിൽ മുക്കിയിട്ട് ഇതേപോലെ കുഴച്ചെടുത്താൽ മതിയാവും. സാധാരണ നമ്മൾ ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂടോടുകൂടി തന്നെ നമ്മൾ കുഴക്കുകയാണ് ചെയ്യുകയല്ലേ. അപ്പോൾ നമ്മുടെ കൈയൊക്കെ പൊള്ളിയും അതുപോലെ തന്നെ നമുക്ക് കറക്റ്റായ രീതിയിൽ അങ്ങോട്ട് കുഴച്ചെടുക്കാൻ സാധിക്കാതെ വരികയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഇതേപോലെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് ആ ഒരു മാവ് കിട്ടുന്നതാണ് കേട്ടോ. ഒട്ടും ചൂടില്ലാതെ തന്നെയാണ് നമ്മൾ കുഴച്ചെടുത്തിരിക്കണേ. ഇനി നമുക്കിത് ബോൾസാക്കി എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ബോൾസാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചപ്പാത്തിക്കൊക്കെ എടുക്കുന്നതിനേക്കാട്ടിലും കുറച്ചുകൂടി ഒരു ചെറിയ ബോളാണ് നമുക്ക് വേണ്ടത്. ഇതേപോലെ നമുക്ക് എല്ലാം തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു 30 പത്തിരിക്കുള്ളതാണ് എനിക്കിതിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് കേട്ടോ. ആ ഒരു വലുപ്പത്തിലാണ് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് പരത്തിയെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ പത്തിരി പ്രസ്സിൽ വെച്ചിട്ട് ആദ്യം ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷമാണ് ഞാനിത് പരത്തിയെടുക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രസ് ചെയ്തിട്ട് ഇതേപോലെ പരത്താതെ വേണമെങ്കിലും നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാവുന്നതാണ്. അതിന് പൊടിയിൽ ജസ്റ്റ് ഒന്ന് മുക്കുക. അതിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പത്തിരി വേവിച്ചെടുക്കാം. പക്ഷേ ഞാൻ അങ്ങനെയല്ല ചെയ്യണത്. ജസ്റ്റ് ഇതേപോലെ ഒന്ന് ചെയ്തതിന് ശേഷം ഒന്നുകൂടി ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടി ഒന്ന് നൈസായിട്ട് നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടും. നല്ല സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്കത് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ പരത്താനാണെന്നുണ്ടെങ്കിലും ഒരുപാട് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. നമ്മൾ പ്രസ്സിലൊന്ന് പ്രസ് ചെയ്യുന്ന കാരണം തന്നെ നമുക്ക് നല്ല ഒരു ഷേപ്പിലൊക്കെ തന്നെ പരത്താനായിട്ട് സാധിക്കുകയും ചെയ്യും. ഒരുപാട് നേരം പരത്തേണ്ട കാര്യമില്ല. വളരെ സിമ്പിളായിട്ട് നല്ല സ്മൂത്തായിട്ട് നമുക്ക് പരത്താനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് കുഴയ്ക്കാനാണ് എന്നുണ്ടെങ്കിലും പരത്താനാണ് എന്നുണ്ടെങ്കിലും നമുക്ക് വളരെ സിമ്പിളാണ്. അപ്പോൾ എല്ലാവർക്കും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അധികം ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മളിത് പരത്തിയതിന് ശേഷം അതിൽ കുറച്ച് പൊടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ പൊടിയൊക്കെ ഒന്ന് തട്ടിക്കളഞ്ഞതിന് ശേഷമാണ് നമ്മളിത് മാറ്റി വെക്കേണ്ടതായി കേട്ടോ. അപ്പോഴാണ് നമ്മൾ ചുട്ടെടുക്കുമ്പോൾ പെർഫെക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതെല്ലാം പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് ചുട്ടെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മളിതൊന്ന് ഇട്ടതിന് ശേഷം ഒരു 30 സെക്കൻഡോളം നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. ഇളക്കാനോ മറിക്കാനോ ഒന്നും പോകണ്ട. ഒരു 30 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം മാത്രം നമുക്കിതൊന്ന് മറിച്ചിടുക. അങ്ങനെ ഒരു 2-3 പ്രാവശ്യം മാത്രമേ നമ്മളിത് മറിച്ചിടേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോഴേക്കും തന്നെ നമ്മുടെ ഈ ഒരു പത്തിരി നന്നായിട്ട് പൊങ്ങി വീർത്ത് വരുന്നതായിരിക്കും. നല്ല പെർഫെക്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ അടിയൊന്നും കരിയാതെ തന്നെ നല്ല രീതിയിൽ ആ ഒരു വൈറ്റ് കളറോട് കൂടി തന്നെ നമുക്ക് മുഴുവൻ പത്തിരിയും നമുക്ക് ചുട്ടെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള രീതിയാണ്. അപ്പോൾ എല്ലാം തന്നെ നല്ല പെർഫെക്റ്റായിട്ട് ഒട്ടും തന്നെ കരിയാതെ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ പച്ചരിയൊന്നും ഇല്ലെങ്കിലോ അല്ലെങ്കിൽ പച്ചരി കൊണ്ട് റേഷൻ ചാക്കരി നമുക്ക് ചോറ് വയ്ക്കാനൊന്നും താല്പര്യമില്ലാത്തവരുണ്ട് എന്നുണ്ടെങ്കിലോ നമുക്കിത് ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ തരം പലഹാരങ്ങളും, അതായത് പച്ചരി കൊണ്ട് നമ്മൾ തയ്യാറാക്കുന്ന എല്ലാ പലഹാരങ്ങളും നമുക്ക് ഇതുകൊണ്ടും തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക്
നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ല് കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ. അപ്പം ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടുന്നതായിരിക്കും. ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.